യുമായി വന്നപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ഒളിച്ചു പാർത്തിരുന്നത് ജബൽ സൈത്തൂനിലാണ്. ഒലിവ് മല എന്ന് പറയുന്ന ഒലിവ് മൗണ്ടൻ എന്നറിയപ്പെടുന്ന ജൂതന്മാരുടെ വെയിലിംഗ് വാൾ, അവരുടെ ആരാധനാ ചുമരുള്ള, നമുക്ക് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന, നമ്മുടെ ഹബീബ് മിഅ്റാജ് പോയ പരിശുദ്ധമായ പാറ നിലകൊള്ളുന്ന ഖുബ്ബത്തുസ് സുഖ്റയുണ്ട് അവിടെ. സയ്യിദുനാ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ജബൽ സൈത്തൂനിൽ ഒളിച്ചു താമസിക്കുന്ന നേരം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് മഹാനവരോട് പറയുന്നു, ഈസ നബിയേ, യാ റൂഹല്ലാഹ്, അല്ലാഹു നിങ്ങളെ ആകാശ ലോകത്തേക്ക് ഉയർത്താൻ പോകുന്നു. ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം ഹവാരിങ്ങളായ 12 പേരോട് യാത്ര ചോദിക്കുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്. إذ قال عيسى ابن مريم يا بني إسرائيل من أنصاري إلى الله يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يدي من التوراة ومبشرا برسول يأتي من بعد اسمه أحمد. ഇസ്രായേൽ മക്കളിലേക്ക് നിയുക്തരായ അന്ത്യപ്രവാചകനാണ് മഹാനായ റൂഹുല്ലാഹി ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. ഇസ്രായേൽ മക്കളിലല്ല ലോകത്ത് വന്ന അന്ത്യപ്രവാചകർ വന്നത്. നിബിതങ്ങൾ വന്നത് ഇസ്രായേൽ കുടുംബത്തിലല്ലാത്തതിന്റെ പേരിലാണ്. അന്നത്തെ ഈസ നബിയുടെ അനുയായികൾ, യേശുക്രിസ്തുവിനെ ആരാധിച്ചിരുന്ന ആളുകൾ, അള്ളാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കാതെ പോയത്, ഈസ നബിയെ നബിയായി വിശ്വസിച്ചവരും ഈസ നബിയുടെ വിശുദ്ധമായ ഗ്രന്ഥം ഇഞ്ചീൽ വിശ്വസിച്ചവരും മുത്തുനിബിതങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യ റസൂലാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ജൂത കുടുംബത്തിലല്ലാതെ ഒരു പ്രവാചകൻ വരുന്നത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന വാദം ജൂതന്മാർ കൊണ്ടുവരികയും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം ഈസ നബിയെ പോലും പ്രവാചകത്വം അംഗീകരിക്കാത്തവരായിരുന്നു ജൂത കുടുംബങ്ങളിൽ താമസിച്ചവർ. അവർ ഈസ നബിയെ കൊല്ലാൻ വരുന്നത് അവരുടെ ആഴ്ചയിലെ ആരാധന ദിവസം ശനിയാഴ്ചയായിരുന്നത് ഞായറാഴ്ചയായി മാറ്റിയപ്പോഴാണ് ഈസ നബിയോടുള്ള അടക്കി പിടിക്കാനാവാത്ത വൈരാഗ്യം പുറത്തു വന്നത്. ഈസ നബിയെ അവർ ശത്രുവായി പ്രഖ്യാപിച്ചു. മഹാനായ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ജൂതന്മാരുടെ ആഴ്ചയിലെ ആരാധന ദിവസം ശനിയാഴ്ചയിൽ നിന്ന് ഞായറാഴ്ചയായി, സൺഡേ ആയി അവരുടെ ആരാധനാ ദിവസം നിശ്ചയിച്ച സമയത്ത് ജൂതന്മാർ വിറളി പൂണ്ട് ഈസ നബിയെ ഞങ്ങൾ കൊല്ലും, കുരിശിൽ തറക്കുമെന്ന് പറഞ്ഞ് ഓടിപ്പുറപ്പെട്ട നേരം, ആ സമയം ലോകത്തെ ഏറ്റവും വലിയ ചതിയുടെ ഉദാഹരണം പറയുന്ന ജൂദാസ്, യഹൂദ എന്ന് പറയുന്ന ഈസ നബിയുടെ അനുചരന്മാരിൽപ്പെട്ട ഒരാൾ, ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശിഷ്യഗണങ്ങളിൽ അറിയപ്പെടുന്ന യഹൂദ 30 വെള്ളി നാണയം കൈക്കൂലി വാങ്ങിയിട്ട് സ്വന്തം ഗുരുവിനെ ഉറ്റുകൊടുക്കുകയായിരുന്നു. ഈസ നബി അലൈഹിസ്സലാം ഒലിവമലയിലുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. ആ നേരം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈസ നബിയോട് വന്ന് സംസാരിക്കുന്നത് പരിശുദ്ധ ഖുർആൻ മനോഹരമായി ചർച്ച ചെയ്തു. ഇദ് ഖാല ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസ നബി അലൈഹിസ്സലാം അവിടുത്തെ അനുയായികളോട് പറഞ്ഞ നേരം, യാ ബനീ ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഇസ്രായേൽ മക്കളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്കുള്ള റസൂലാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്, എന്റെ മുമ്പേ നൽകപ്പെട്ട വിശുദ്ധമായ തൗറാത്ത് സത്യമാണെന്ന് നിങ്ങളോട് ശരിവെക്കുകയും വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം വരാൻ പോകുന്ന അഹ്മദ് എന്ന റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകനാണെന്ന് നിങ്ങളോട് പറഞ്ഞറിയിക്കാനും വന്ന നബിയാണ് ഞാൻ.
ഞാൻ നിങ്ങളോട് യാത്ര ചോദിക്കുന്നു, എന്നെ അള്ളാഹു ഉയർത്താൻ പോവുകയാണ് ആകാശലോകത്തേക്കെന്ന് ശിഷ്യജനങ്ങളോട് യാത്ര പറഞ്ഞു ഈസ നബി അലൈഹിസ്സലാം. ആ സംഭവം നടക്കുന്നത് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ ചാരത്താണ്. ഇന്ന് മസ്ജിദുൽ അഖ്സ സന്ദർശിക്കുകയാണെങ്കിൽ ഈസ നബിയെ ആകാശ ലോകത്തേക്ക് ഉയർത്തിയ സ്ഥാനം ഇന്നവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മുനാരം പോലെ ഒരടയാളം ഈസ നബി അലൈഹിസ്സലാം ആകാശ ലോകത്തേക്ക് ഉയർത്തപ്പെട്ടത് ഇന്നും നമുക്ക് അവിടെ കാണാൻ കഴിയും. മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ മറിയം ബീവി റളിയല്ലാഹു അൻഹാ ഇബാദത്തിന് തിരഞ്ഞെടുത്ത മഹദിയെ പ്രിയപ്പെട്ട ഉമ്മ ഹന്നത്ത് ബീവി മസ്ജിദുൽ അഖ്സായുടെ സേവനത്തിന് നേർച്ചയാക്കുകയായിരുന്നു. മക്കളില്ലാതെ വിഷമിച്ച ഹന്ന ബീവി ഇമ്രാൻ എന്നവരുടെ ഭാര്യയാണ്. അല്ലാഹുവേ, എന്റെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെ ഞാൻ നിനക്ക് നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹാ മറിയം ബീവിയെ ഗർഭം ധരിച്ചപ്പോൾ അതൊരു ആൺകുട്ടിയായിരിക്കും എന്ന പ്രതീക്ഷയിൽ, ആൺകുഞ്ഞാവും എന്ന പ്രതീക്ഷയിൽ മസ്ജിദുൽ അഖ്സായുടെ സേവനത്തിന് വേണ്ടി നേർച്ച ചെയ്തു. പക്ഷേ അത് പെൺകുഞ്ഞായിരുന്നു. അല്ലാഹുവേ, നിനക്കറിയുമല്ലോ ഞാൻ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയാണെന്ന് നിനക്കറിയുമല്ലോ. ലൈസ ദഖറു കൽഉൻസാ, ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുപോലെയല്ലല്ലോ. എന്നാലും ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ നിന്റെ പരിശുദ്ധമായ ഭവനത്തിന് സേവനത്തിന് ഞാൻ നേർച്ചയാക്കി എന്ന എന്റെ വാക്ക് ഞാൻ പുലർത്താൻ പോകുന്നു എന്ന് പറഞ്ഞ് മഹദിയായ മറിയം ബീവിയെ മസ്ജിദുൽ അഖ്സായുടെ പരിശുദ്ധമായ അങ്കണത്തിൽ കൊണ്ടുവരികയും സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിയുടെ ബന്ധുവാണ്. മറിയം ബീവിയുടെ പരിശുദ്ധരായ ആ കുടുംബ പരമ്പരയുമായി ബന്ധമുള്ള യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ ഇബ്നുൽ ഖാല മഹാനായ ഈസ നബി അലൈഹിസ്സലാമിന്റെ മൂത്തമ്മയുടെ മകനാണ് യഹ്യാ നബി അലൈഹിസ്സലാം. യഹ്യാ നബിയുടെ ഉപ്പയാണ് സക്കരിയ നബി അലൈഹിസ്സലാം. സക്കരിയ നബിയാണ് മറിയം ബീവിയെ സംരക്ഷിക്കുന്നത്. ഫകഫലഹാ സക്കരിയ. സൂറത്തു ആലി ഇംറാനിലും സൂറത്തു മറിയമിലും വളരെ മനോഹരമായി അഖ്സയുമായി ബന്ധപ്പെട്ട ചരിത്രം അല്ലാഹു പറയുന്നു. മറിയം ബീവി ഇബാദത്തിന് വേണ്ടി ചെന്നിരുന്ന ഒരു മിഹ്റാബ് ഉണ്ട്, ഒരു കൊച്ചു മിഹ്റാബ് പോലെ ഒരു ചേംബർ. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് كلما دخل عليها زكريا المحراب وجد عندها رزقا قال أنى لك هذا قالت هو من عند الله. സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിയെ കാണാൻ വേണ്ടി മറിയം ബീവിയുടെ മെഹ്റാബിലേക്ക് ചെന്നപ്പോഴെല്ലാം ബീവിയുടെ മുമ്പിൽ ഭക്ഷണമുണ്ട്. മറിയം ബീവിയോട് ചോദിച്ചു, മോളെ, നിങ്ങൾക്ക് എവിടെന്നാണ് ഈ ഭക്ഷണം കിട്ടുന്നത്? ഞാനാണല്ലോ നിങ്ങളുടെ സംരക്ഷകൻ, ഞാനാണല്ലോ നിങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. ഞാൻ കൊണ്ടുവരുന്നില്ല, വേറെ ഒരാളും ഇവിടെ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരുന്നില്ല. ഉഷ്ണകാലത്ത് ഫലസ്തീനിൽ ഉണ്ടാവാത്ത ഭക്ഷണം നിങ്ങളുടെ മുമ്പിലുണ്ട്, ശൈത്യകാലത്ത് ലഭ്യമല്ലാത്തത് നിങ്ങളുടെ മുമ്പിലുണ്ട്. മറിയമേ, യാ മറിയമു നിങ്ങൾക്ക് എവിടെന്നാണ് ഈ ഭക്ഷണം വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബീവിയുടെ മറുപടി ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹു നൽകുന്നതാണ്. മറിയം ബീവി ഇരുന്ന സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ടവർ വേറെയും ഉണ്ടാകും. മഹദി റളിയല്ലാഹു അൻഹ ആ ഇരുന്നിരുന്ന സ്ഥലം ഇന്നും മസ്ജിദുൽ അഖ്സയുടെ ഭാഗത്തുണ്ട്. അഖ്സാ പള്ളിയിൽ നിന്ന് താഴേക്ക് അതിന്റെ അകത്തേക്ക് ഉള്ളേ പള്ളിയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്കത് കാണാൻ കഴിയും. ആ വിശുദ്ധമായ പള്ളി നിർമ്മിച്ചത് സുലൈമാൻ അലൈഹിസ്സലാമാണ്. അല്ലാഹു ആ നാടിനെ അൽ അർളുൽ മുഖദ്ദസ അല്ലതി ബാറക്നാ ഫീഹാ, ഇങ്ങനെയൊക്കെയാണ് ഖുർആൻ അഖ്സയെ വിശേഷിപ്പിക്കുന്നത്. വളരെ പരിശുദ്ധമായ പള്ളി, ശ്രേഷ്ഠമായ പള്ളി, അല്ലാഹു ബറക്കത്ത് ചെയ്ത സ്ഥലം, പരിശുദ്ധിയുള്ള സ്ഥലം. മറിയം ബീവി റളിയല്ലാഹു അൻഹ ജനിച്ചത് ജബൽ മുഖബ്ബർ എന്ന് പറഞ്ഞ നേരത്തെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
അഖ്സായുടെ താക്കോൽ സ്വീകരിക്കാൻ